ശൈശവത്തിലുള്ള സഹോദരനായ ഭർത്താവിനു വേണ്ടി രാജ്യം ഭരിക്കുക. അതാണ് ഹട്ഷെപ്സൂട്ട് ചെയ്തത്. പുരാതന ഈജിപ്തിലെ ഫറവോ ആയിരുന്ന തുത്മോസ് ഒന്നാമന്റെ മകളായിട്ടാണ് ഹട്ഷെപ്സൂട്ട് ജനിക്കുന്നത്. അന്ന് അവിടെ കുടുംബത്തിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിച്ചിരുന്ന രീതി അനുവർത്തിച്ചിരുന്നു. ഭരണം പുറത്തേക്ക് പോവാതിരിക്കാനും കൂടിയായിരുന്നു ഇത്. എന്തായാലും അർദ്ധ സഹോദരനായ തുത്മോസ് രണ്ടാമനെ അവർ വിവാഹം ചെയ്യുന്നു. പക്ഷേ അദ്ദേഹം പെട്ടെന്ന് തന്നെ മരിച്ചു പോവുകയാണ്. ശേഷം വേറൊരു അർദ്ധ സഹോദരനായ തുത്മോസ് മൂന്നാമനെ അവർ വിവാഹം ചെയ്യുന്നു. എന്നാൽ വളരെ ചെറിയ കുട്ടിയായിരുന്ന തുത്മോസ് മൂന്നാമന് വേണ്ടി റീജന്റ് ആയിട്ടാണ് അവർ ഭരണം ഏറ്റെടുക്കുന്നത്. ഭരണം തുടങ്ങി കുറച്ച് വർഷങ്ങൾക്ക് ശേഷം സ്വയം ഫറോവായി അങ്ങ് പ്രഖ്യാപിക്കുകയാണ് ഹട്ഷെപ്സൂട്ട്, എല്ലാ അധികാരങ്ങളും ഉത്തരവാദിത്വങ്ങളോടും കൂടി തന്നെ. ഈ സമയം വിദേശ കച്ചവടത്തിലും രാജ്യത്തിലെ നിർമ്മാണ മേഖലയിലും മറ്റും നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. പൊതുവെ ശാന്തവും സമൃദ്ധിയും ഉണ്ടായിരുന്ന കാലമായി ഈ ഭരണം ഓർമ്മിക്കപ്പെടുന്നു. ഒരു രസമെന്തെന്നാൽ പ്രതിമകളിലും ചിത്രങ്ങളിലും മറ്റും പുരുഷനെ പ്രതിനിധാനം ചെയ്യുന്ന ചിഹ്നങ്ങൾ ഉപയോഗിക്കാൻ അവർ ശ്രദ്ധിച്ചു. എന്നാൽ റെക്കോർഡുകളിലും മറ്റും സ്ത്രീയാണെന്നും രേഖപ്പെടുത്തി. എന്തായാലും അവരുടെ മരണശേഷം പുറകെ വന്ന ഫറവോകൾ ഹട്ഷെപ്സൂട്ട് ജീവിച്ചിരുന്നു എന്ന രേഖകൾ പോലും നശിപ്പിക്കാൻ അവരെ ചരിത്രത്തിൽ നിന്നും പൂർണ്ണമായും തുടച്ചു നീക്കാൻ കിണഞ്ഞു ശ്രമിച്ചു. എന്നാലും ഈജിപ്ഷ്യൻ ചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട വളരെ ശക്തയായ ഫറവോ ആയി, ഒരു രാജ്യ ഭരണാധികാരിയായി അവർ ഇന്നും ഓർമ്മിക്കപ്പെടുന്നു.